യെസ് ഫ്രണ്ട്സ്, ഞാൻ ഒറ്റയ്ക്കുള്ള ഗോവ യാത്ര ഒറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രം കേരള ടു മഡ്ഗാവ് ട്രെയിനിൽ ഒറ്റയ്ക്ക്. ബട്ട് അവിടെ എൻ്റെ എഴുത്തിയമ്മയും അവരുടെ കസിൻസ് കൂടി ബോംബെയിൽ നിന്ന് വരുന്നതാവും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ യാത്ര ഒറ്റയ്ക്ക് ചെയ്തു. നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നില്ല. അവിടെ പോകുന്നവരോട് കുഴപ്പമില്ലാണ്ട് എത്തി. കുറച്ച് ഒറ്റയ്ക്ക് ആയതുകൊണ്ടുള്ളൊരു ഫാമിലി ഇല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സൗത്തിലാണ് എത്തിയെങ്കിലും ഞങ്ങളുടെ സ്റ്റേ നോർത്തിലായിരുന്നു. നോർത്തിൽ ഞങ്ങളുടെ പാക്കേജ് ഐ വിൽ നോട്ട് ഗിവ് എനി റിവ്യൂ ബിക്കോസ് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഞങ്ങളുടെ പാക്കേജിൽ ക്രൂസ് മാത്രമേ അവർ കവർ ചെയ്തുള്ളൂ. സെക്കൻഡ് ഡേ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ബിക്കോസ് ടൈം ഭയങ്കര ഹെക്ടിക് ആയിരുന്നുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലും അപ്പ് ഡൗൺ ട്രാവലിങ്ങും ക്രൂസ് മാത്രമേ ഞങ്ങളുടെ പാക്കേജിൽ പോയി, ബാക്കി പൈസ വേസ്റ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു ഹണിമൂൺ റൂമാണ് തന്നെ എനിക്കും എൻ്റെ എഴുത്തമ്മയ്ക്കും. വാസ് വെരി ഫണ്ണി. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ഡേ ടൈം ഞങ്ങൾ സ്വയം ഞങ്ങളുടെ ഞങ്ങളൊരു ടാക്സി ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞിട്ട് അവരോട് അറേഞ്ച് ചെയ്ത് കുറച്ച് ബീച്ചസും കുറച്ച് അമ്പലവും നല്ല ഗോവൻ ഫുഡൊക്കെ മൂപ്പറാണ് ഞങ്ങൾ സെറ്റാക്കി തന്നത്. അടിപൊളി ഡ്രൈവറായിരുന്നു. ഞാൻ നമ്പർ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ DM ചെയ്ത് തരാം. നല്ലൊരു അതുപോലെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളവിടെ ടിക്കറ്റ് എടുക്കുക, ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, അവിടെ പോവുക. നല്ലൊരു കുറേ ടാക്സീസ് അവൈലബിളാണ്. അവരെ അപ്രോച്ച് ചെയ്യുക. അവർ ത്രൂ നമ്മൾ ഹോട്ടൽസ് ബുക്ക് ചെയ്താൽ ഡിസംബർ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിട്ടുന്നു. നിങ്ങൾക്ക് മുന്നേക്കൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും പീക്ക് പീരിയഡ്സ്. ബട്ട് ഈ മെയ് മാസമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. എവിടേക്കാണ് പോകേണ്ടത്. കുറേ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഞങ്ങൾ ഈ അമീർ ഖാൻ്റെ മൂവീൻ്റെ ഫോർട്ട് പോയി, നല്ല ബീച്ചസ് പോയി. അതുപോലെ മറ്റേ ആലിയ ഭട്ടിനും ഷാരൂഖ് ഖാൻ്റെയും പാട്ടിലുള്ളൊരു സീനുണ്ട്. അങ്ങനത്തെ ഒരു നമ്മുടെ കേരളൻ വ്യൂ തന്നെയാണ് അത്. അത് ഫേമസ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയും പോയി. പിന്നെ നല്ല ഫുഡ് ഞങ്ങൾക്ക് നല്ല റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയി. അതുകൊണ്ട് നല്ല ഫുഡ്. ഫസ്റ്റ് ഡേ മാത്രം ഞങ്ങൾ 8 ദിവസം മാത്രം ഞങ്ങൾ സ്വയം കണ്ടുപിടിച്ച ഹോട്ടലിൽ തള്ളിപ്പൊടിയായിരുന്നു. നമുക്ക് നല്ലൊരു ഗോവൻ ഫുഡ് കിട്ടിയില്ല വിചാരിച്ചപ്പോൾ. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ വാസ് ടു ഫാബുലസ് ഫുഡ്. അയാൾ നമുക്ക് നല്ലൊരു ഫുഡ് കാണിച്ചു തന്നു. അതുപോലെ ഹസ്ബൻഡ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങളൊരു ഒരു നല്ല ബീച്ചസ് കണ്ടു. അതുപോലെ മൂപ്പര് പറഞ്ഞ പോലെ മൂപ്പര് കസിൻ എൻ്റെ കൂടെ വന്ന കസിൻ്റെ ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങളൊരു ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് അവിടെ പോയി നൈറ്റിൽ അതിൻ്റെ മുമ്പിലിരുന്ന് ഒരു ഭക്ഷണം നല്ലൊരു വൈബായിരുന്നു. അതുപോലെ ഞങ്ങൾ എല്ലാം ബീച്ചസ് കവർ ചെയ്തു. നോർത്തിൽ സൗത്തിൽ പോയാണെങ്കിൽ കുറച്ച് കൂടിയും ചർച്ചസും കാര്യങ്ങളും ഏൻഷ്യൻ ചർച്ചസും ടെമ്പിളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ 2 days ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ആർക്കെങ്കിലും വ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ड्राइवर नंबर വേണമെങ്കിൽ आई कैन DM यू. नो डाउट कि मैंने अपनी फैमिली को मिस किया, बट कभी कभार साल में एक बार ऐसे भी ट्रिप होना चाहिए.